ഗുഡ് മോർണിംഗ്. മൂന്നാമത്തെ മൊഡ്യൂളായിട്ടുള്ള എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ്റെ റിവിഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നത് പല ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് ചോദിച്ചിട്ടുണ്ട് സോഴ്സസ് ഓഫ് പൊല്യൂഷൻ, അതായത് ഏതെങ്കിലും പൊല്യൂഷൻ്റെ സോഴ്സസ്. ഓക്കെ, മുൻ വർഷത്തിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൽ പോയിൻറ്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാം കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം, കാരണം നിങ്ങളുടെ അടുത്ത് നോട്ട്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് അപ്പോൾ എന്തൊക്കെ പോയിൻറ്റ്സാണ് അതിൽ വേണ്ടത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ നോക്കിക്കോളൂ, സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. അപ്പോൾ വാട്ടർ പൊല്യൂഷന് കാരണമായ സോഴ്സസ് എന്തൊക്കെയാണ്? അപ്പോൾ ഈ പോയിൻറ്റ്സ് ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ആ പോയിൻറ്റ്സാണ് നോക്കുന്നത്. ഒന്ന്, ഡൊമസ്റ്റിക് സീവേജ്. ഇത് ഡൊമസ്റ്റിക് സീവേജ് വേസ്റ്റുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വേസ്റ്റും മറ്റതൊക്കെ നമ്മൾ ഒഴിവാക്കുന്നത്. സാധാരണ എന്ത് ചെയ്യും, ഈ സീവേജ് അതായത് അഴുക്ക് ചാലുകളൊക്കെ നേരിട്ട് എത്തുന്നത് എങ്ങോട്ടാണ്? റിവേഴ്സിക്ക് അല്ലേ, പുഴകളിലോട്ട് അല്ലെങ്കിൽ ഈ വാട്ടർ സ്ട്രീമിക്കൊക്കെ ആവും. അപ്പോൾ അതെന്തിന് കാരണമാവും? വാട്ടർ പൊല്യൂഷന് കാരണമാവും. പിന്നെ അടുത്ത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. ഇൻഡസ്ട്രികളിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള കെമിക്കൽസും അതിൻ്റെ വേസ്റ്റ് വാട്ടറൊക്കെ എന്ത് ചെയ്യും, നദികളിലോട്ടൊക്കെ ഒഴുക്കി വിടുന്നത് വാട്ടർ പൊല്യൂഷന് കാരണമാകുന്നു. ദെൻ ക്യാച്ച്മെൻറ്റ് ഏരിയ. ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിർത്തുന്ന സ്ഥലത്തുണ്ടാവുന്ന അവിടെ ഉണ്ടാകുന്ന പൊല്യൂഷൻസ്. ചിലപ്പോൾ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാവാം, ഓക്കെ, അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉണ്ടാവാം. അതായത് വെള്ളം തടഞ്ഞു നിർത്തുന്ന പ്രദേശത്തുണ്ടാവുന്ന വൃത്തിയില്ലായ്മ കൊണ്ട് എന്തുണ്ടാവാം, വാട്ടർ പൊല്യൂട്ടൻ്റ് ആവാം. അതാണ് ക്യാച്ച്മെൻറ്റ് ഏരിയ. ദെൻ ട്രാവൽ ഓഫ് വാട്ടർ. ട്രാവൽ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം ഒഴുകുന്ന ഭാഗത്തുണ്ടാവുന്ന അല്ലെങ്കിൽ വെള്ളം ഒഴുകുന്ന സ്ഥലത്തിലൂടെ ഉണ്ടാവുന്ന ആ ഭാഗത്തുണ്ടാവുന്ന പൊല്യൂഷൻസ് വാട്ടർ പൊല്യൂഷന് കാരണമാകാം. ദെൻ സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ. വാട്ടർ സപ്ലൈക്ക് ഉപയോഗിക്കുന്ന സോഴ്സുകൾ. ഓക്കെ, ദെൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇതിപ്പോൾ വാട്ടർ സപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന പൈപ്പുകളൊക്കെ ആണെങ്കിൽ പൈപ്പിനൊക്കെ ലീക്കൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, പൊല്യൂഷൻ അല്ലെങ്കിൽ പൊല്യൂട്ടൻ്റ് ആവാൻ കാരണമാവും. അതാണ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ദെൻ ആസിഡ് റെയിൻ. ആസിഡ് റെയിൻ എന്തിന് കാരണമാവുന്നു? വാട്ടർ പൊല്യൂഷന് കാരണമാവുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ പോയിൻറ്റ്സ് മാത്രം ഓർത്ത് വയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് എഴുതുമ്പോൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഡൊമസ്റ്റിക് സീവേജ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ക്യാച്ച്മെൻറ്റ് ഏരിയ, ട്രാവൽ ഓഫ് വാട്ടർ, സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ആസിഡ് റെയിൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, സോഴ്സ് ഓഫ് നോയ്സ് പൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ പൊല്യൂഷൻ്റെയും കാരണങ്ങൾ മാത്രമാണ് ഓക്കെ ഈ ക്ലാസ്സിൽ. അപ്പോൾ അടുത്തത് സോഴ്സസ് ഓഫ് നോയ്സ് പൊല്യൂഷൻ. ഇപ്പോൾ നോയ്സ് പൊല്യൂഷൻ എന്തൊക്കെ കാരണം, ശബ്ദമലിനീകരണത്തിന് കാരണമാകുന്ന എന്തൊക്കെ? ഒന്ന്, ഇൻഡസ്ട്രീസ്, സൗണ്ട് ഫ്രം ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ മെഷീനറീസ് ഫ്രം ഇൻഡസ്ട്രീസ്. ദെൻ ഓട്ടോമൊബൈൽസിൻ്റെ സൗണ്ട്, ഹോണ്, ഇതൊക്കെ എന്തിന് കാരണമാവും? നോയ്സ് പൊല്യൂഷന് കാരണമാവും. ദെൻ ഡൊമസ്റ്റിക് എക്യുപ്മെൻറ്റ്സ്, വീട്ടുപകരണങ്ങൾ, ഓക്കെ, നല്ല സൗണ്ടുകളിൽ വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങൾ, ഡൊമസ്റ്റിക് എക്യുപ്മെൻറ്റ്സ്. ദെൻ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നത്, ഓക്കെ. ദെൻ അഗ്രികൾച്ചറൽ മെഷീൻസ്, അതായത് കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മെഷീൻസിൻ്റെ സൗണ്ടുകൾ. ദെൻ ഡിഫെൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സിൻ്റെ സൗണ്ടുകൾ. ഇതൊക്കെ എന്തിന് കാരണമാവും? നോയ്സ് പൊല്യൂഷന് കാരണമാകുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇൻഡസ്ട്രീസ്, ഓട്ടോമൊബൈൽസ്, ഡൊമസ്റ്റിക് എക്യുപ്മെൻറ്റ്സ്, ലൗഡ് സ്പീക്കേഴ്സ്, അഗ്രികൾച്ചറൽ മെഷീൻസ്, ഡിഫെൻസ് equipments. Okay, that are the sources of noise pollution. Then next one, sources of marine pollution. First one, oil. അതായത് ഓയിൽ ഇപ്പോൾ സബ്മറൈൻസ് നിന്നുണ്ടാവുന്ന അല്ലെങ്കിൽ ഷിപ്പിൽ നിന്നുണ്ടാവുന്ന അല്ലെങ്കിൽ ഓയിൽ ടാങ്ക് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ആക്ടിവിറ്റീൻ്റെ ഫലമായി ഉണ്ടാവുന്ന ഓയിൽ എന്ത് ചെയ്യാണ്, മറൈനിൽ അതായത് ഓഷ്യനിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നതൊക്കെ എന്തിന് കാരണമാവും? മറൈൻ പൊല്യൂഷന് കാരണമാവും. ഓക്കെ, പല രീതിയിലാവാം. സബ്മറൈൻസിൽ നിന്ന്, ദെൻ ഷോർ ബേസ്ഡ് ഇൻഡസ്ട്രീസ്, അതായത് ഈ കടൽ തീരത്തുണ്ടാവുന്ന ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന ഓയിൽ
ദെൻ ട്രാൻസ്പോർട്ടേഷൻ ആക്ടിവിറ്റീസിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഓയിൽ ലീക്കേജ് ഒക്കെ വരാം. ദെൻ പിന്നെ അടുത്ത് വരുന്നത് നമ്മൾ ഓയിൽ ഷിപ്പെന്നൊക്കെ അല്ലെങ്കിൽ ഓയിൽ ട്രാൻസ്പോർട്ടേഷനൊക്കെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആക്സിഡൻറ്റിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഓയിൽ സ്പ്രെഡിങ് ഒക്കെ എന്തിന് കാരണമാവും? മറൈൻ പൊല്യൂഷന് കാരണമാവും. അടുത്ത് വേസ്റ്റ് ഡിസ്പോസലാണ്. വേസ്റ്റ് ഡിസ്പോസൽ എന്താവുന്ന ഡൊമസ്റ്റിക് വേസ്റ്റ് കൊണ്ടേ തട്ടുന്നത് മറൈൻ പൊല്യൂഷന് കാരണമാകും. പിന്നെ പെസ്റ്റിസൈഡ്സ്, അതായത് അഗ്രികൾച്ചറൽ ഏരിയയിൽ നിന്നുണ്ടാവുന്ന വെള്ളമൊക്കെ എങ്ങോട്ട് എത്തുന്നത്? കടലിലോട്ട് എത്തുന്നത്. അതായത് പെസ്റ്റിസൈഡ്സിന് മറൈൻ പൊല്യൂഷന് കാരണമാകുന്നു. ദെൻ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്തിന് കാരണമാകുന്നു? മറൈൻ പൊല്യൂഷന് കാരണമാകുന്നു. ഓക്കെ, അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഓയിൽ, ദെൻ വേസ്റ്റ് ഡിസ്പോസലിൽ വരുന്നതാണ് ഡൊമസ്റ്റിക് വേസ്റ്റ്, pesticides and industrial waste. That are the sources of marine pollution. Then next one, sources of air pollution. Air pollution ആകുമ്പോൾ നാച്ചുറൽ സോഴ്സസ് ഉണ്ട്, മാൻ മെയ്ഡ് സോഴ്സസ് ഉണ്ട്. നാച്ചുറൽ സോഴ്സസിൽ വരുന്നതാണ് കാർബൺ മോണോക്സൈഡ്. മാൻ മെയ്ഡിലും എയർ പൊല്യൂഷന് കാരണമാവും, അതായത് ഓട്ടോമൊബൈൽസിന്. അതായത് ഇവിടെ കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ ചില കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായി ഇന്ന് പ്രകൃതിയിൽ നിന്ന് തന്നെ എന്തുണ്ടാവും? കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. ഓക്കെ, അതൊരു നാച്ചുറൽ സോഴ്സ് ഫോർ എയർ പൊല്യൂഷനാണ്. ദെൻ വോൾക്കാനിക് ഇറപ്ഷൻ, അഗ്നിപർവ്വത സ്ഫോടനം നടക്കുന്ന സമയത്ത് പല കെമിക്കൽസും എയറിലോട്ട് എത്തുന്നത്. ദെൻ സാൾട്ട് സ്പ്രേ ഫ്രം ഓഷ്യൻ, അതായത് കടലിൽ നിന്നുള്ള ഉപ്പ് കാറ്റിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവാം? എയർ പൊല്യൂഷൻ നടക്കാം. ദെൻ ഡസ്റ്റ് സ്റ്റോം, പൊടിക്കാറ്റുകൾ, അതൊക്കെ എന്തിന് കാരണമാകുന്നു? നാച്ചുറൽ സോഴ്സസ് ആണ്. ഏതിനുള്ള? എയർ പൊല്യൂഷനുള്ള. ദെൻ മാൻ മെയ്ഡ് സോഴ്സസ് ആണ് പോപ്പുലേഷൻ കൂടുന്നത് എന്തിന് കാരണമാകുന്നു? എയർ പൊല്യൂഷന് കാരണമാകുന്നു. ദെൻ ഡീഫോറസ്റ്റേഷൻ അതായത് വനനശീകരണത്തിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അളവിൽ വലിയ തോതിലുള്ള മാറ്റം വരും. അതൊരു തരം എയർ പൊല്യൂഷനാണ്. ദെൻ ബേണിംഗ് ഓഫ് ഫ്യൂവൽസ് കത്തുന്നത്. ദെൻ ഇൻഡസ്ട്രിയൽസ് എന്നുള്ള എയർ. ദെൻ ഓട്ടോമൊബൈൽസ്, യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, അതായത് പെസ്റ്റിസൈഡ്സ് കീടനാശിനികളൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും? കാറ്റിൻ്റെ കൂടെ ഇത് എന്തിലെത്തും? എയറിലെത്തുന്നു. അങ്ങനെ എയർ പൊല്യൂട്ടൻ്റ് ആവുന്നു. ദെൻ എക്സ്പ്ലോഷൻസ്, പല സ്ഫോടനങ്ങളും എന്തിന് കാരണമാകുന്നു? എയർ പൊല്യൂഷന് കാരണമാകുന്നു. ഇത് നാച്ചുറൽ സോഴ്സസിൽ വരുന്ന കാർബൺ മോണോക്സൈഡ്, വോൾക്കാനിക് എറപ്ഷൻ, സാൾട്ട് സ്പ്രേ ഫ്രം ഓഷ്യൻ, ഡസ്റ്റ് സ്റ്റോം. മാൻ മെയ്ഡ് സോഴ്സസ് ആണെങ്കിൽ പോപ്പുലേഷൻ, ഡീഫോറസ്റ്റേഷൻ. അത് എങ്ങനെയാണ് ഡീഫോറസ്റ്റേഷന് കാരണമാകുന്നു എന്നൊക്കെ എഴുതണം. അതായത് ഓക്സിജൻ്റെ അളവ് കുറയുകയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നു. ദെൻ ബേണിംഗ് ഓഫ് ഫ്യൂവൽസ്, ഇൻഡസ്ട്രീസ്, ഓട്ടോമൊബൈൽസ്, യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, എക്സ്പ്ലോഷൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, സോഴ്സസ് ഓഫ് തെർമൽ പൊല്യൂഷൻ. തെർമൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കൂടുക എന്ന അവസ്ഥയാണ് തെർമൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണങ്ങൾ: യൂസ് ഓഫ് വാട്ടർ ആസ് എ കൂളൻ്റ് ബൈ പവർ പ്ലാന്റ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്. അതായത് വെള്ളം നമ്മൾ എന്ത് ചെയ്യും? കൂളൻ്റായിട്ട് ഉപയോഗിക്കും. ഈ കൂളൻ്റായി വെള്ളം, ചൂടായ വെള്ളം നമ്മൾ എന്ത് ചെയ്യും? പിന്നെ റിവേഴ്സിക്കോ അല്ലെങ്കിൽ മറ്റ് ജലാശയങ്ങളിലോട്ട് ഒഴുക്കും. അങ്ങനെ ആ ഭാഗം എന്താവും? ചൂടാവാൻ കാരണമാവും. അതാണ് ഒന്നാമത്തെ കാരണം. ദെൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് എമിറ്റ് എ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഇൻ ടു നിയർ ബൈ വാട്ടർ സ്ട്രീംസ്. അതായത് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ നമുക്കറിയാം ഹൈ ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യും അല്ലേ? ആ ടെമ്പറേച്ചർ അത് എന്ത് ചെയ്യും? ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഇൻ ടു നിയർ ബൈ വാട്ടർ സ്ട്രീം, അടുത്തുള്ള വാട്ടർ സ്ട്രീമിലോട്ട് എന്ത് ചെയ്യും? ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിലീസ് ചെയ്യാൻ കാരണമാവും. ദെൻ ഇൻഡസ്ട്രീസ് നിന്നൊക്കെ ചൂട് എങ്ങോട്ടാണ് തള്ളുന്നത്? അതായത് ഇങ്ങനെ കൂളൻ്റായിട്ടൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങോട്ടാണ് തള്ളുന്നത്? വാട്ടർ ബോഡീസിലൊക്കെയാണ് തള്ളുന്നത്. ദ മുനിസിപ്പൽ വാട്ടർ സീവേജ് എന്ത് കാരണമാകുന്നു? വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കൂടാൻ കാരണമാകുന്നു. ഓക്കെ, അതൊക്കെയാണ് എന്ത്? സോഴ്സസ് ഓഫ് തെർമൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. യൂസ് ഓഫ് വാട്ടർ ആസ് എ കൂളൻ്റ് ബൈ പവർ പ്ലാന്റ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്. Nuclear power plants emit a large amount of heat into nearby water streams. Industries, the municipal water sewage. Okay, then next one, sources of nuclear pollution. ന്യൂക്ലിയർ പൊല്യൂഷൻ എന്തൊക്കെ കാരണമാണ്? അതിന് നാച്ചുറലും ഉണ്ട്, മാൻ മെയ്ഡ് സോഴ്സസും ഉണ്ട്. നാച്ചുറൽ സോഴ്സസിൽ വരുന്നതാണ് കോസ്മിക് റൈസ്. അത് കോസ്മിക് റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള, അതായത് ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുനിന്നുള്ള കെമിക്കലായിട്ടുള്ള റൈസാണ് എന്ത്? കോസ്മിക് റൈസ് എന്ന് പറയുന്നത്.
ഭൂമിയിലെത്തുന്നത് ഒരു ന്യൂക്ലിയർ പൊല്യൂഷനാണ്. ദെൻ റേഡിയേഷൻ ഫ്രം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്. ഇപ്പോൾ ഭൂമിയിൽ തന്നെ ഉണ്ടാകുന്ന ചില പാറകളിലൊക്കെ എന്തുണ്ടാവും, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഉണ്ടാവും. അതിൽ നിന്നുള്ള റേഡിയേഷൻസ് എന്തിന് കാരണമാകുന്നു, ന്യൂക്ലിയർ പൊല്യൂഷന് കാരണമാകുന്നു. ഇനി മാൻമെയ്ഡ് സോഴ്സസ് ആണ് ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്യുന്നത്, ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്യുന്നത്. ദെൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്, അവിടെ നിന്നുണ്ടാകുന്ന ലീക്കൊക്കെ എന്തിന് കാരണമാകും, ന്യൂക്ലിയർ പൊല്യൂഷൻ. അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ ഉണ്ടാകുന്ന ആക്സിഡൻറ്റ്, ഇതൊക്കെ എന്തിന് കാരണമാകും, ന്യൂക്ലിയർ പൊല്യൂഷന് കാരണമാകും. ദെൻ മൈനിങ്, അതായത് ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസൊക്കെ നമ്മൾ ഖനനം ചെയ്തെടുക്കുന്നത് എന്തിന് കാരണമാവും, ന്യൂക്ലിയർ പൊല്യൂഷന് കാരണമാവും. ദെൻ ആറ്റോമിക് റിയാക്ടറിൽ നിന്നുണ്ടാവുന്ന റേഡിയേഷൻസൊക്കെ ന്യൂക്ലിയർ പൊല്യൂഷന് കാരണമാകുന്നു. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സോഴ്സസ് ഓഫ് സോയിൽ പൊല്യൂഷൻ. മണ്ണ് മലിനപ്പെടുന്നത്. ഓക്കെ. ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, പല ഇൻഡസ്ട്രികളിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റുകൾ. ദെൻ അർബൻ വേസ്റ്റ് എന്തിന് കാരണമാകുന്നു, സോയിൽ പൊല്യൂഷന് കാരണമാകുന്നു. ദെൻ അഗ്രികൾച്ചറൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ പെസ്റ്റിസൈഡ്സൊക്കെ ഉപയോഗിക്കുന്നത് എന്തിന് കാരണമാകുന്നു, സോയിൽ പൊല്യൂഷന് കാരണമാകും. ദെൻ റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകളൊക്കെ എന്തിന് കാരണമാകുന്നു, സോയിൽ പൊല്യൂഷന് കാരണമാകുന്നു. ഓക്കെ. അപ്പോൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, അർബൻ വേസ്റ്റ്, അഗ്രികൾച്ചറൽ പ്രാക്ടീസ്, റേഡിയോ ആക്റ്റീവ് പൊല്യൂട്ടൻസ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. നമ്മൾ നോക്കുന്നത് സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ മുതൽ. അപ്പോൾ ഞാൻ വീണ്ടും പറയാം, നമ്മളിപ്പോൾ എന്താണ് അതിൻ്റെ പോയിൻറ്റ്സ് മാത്രമാണ്, നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് ഓർമ്മയിൽ നിൽക്കേണ്ട പോയിൻറ്റ്സാണ്. എക്സാം എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എന്തെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം എഴുതാൻ. അതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് പഠിക്കാൻ ഏതൊക്കെ പോയിൻറ്റ്സ് അതിൽ വരണം എന്ന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു റിവിഷനാണ്. ഓക്കെ. വാട്ടർ പൊല്യൂഷൻ ആണെങ്കിൽ ഡൊമസ്റ്റിക് സീവേജ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, കാച്ച്മെൻറ്റ് ഏരിയ, ട്രാവൽ ഓഫ് വാട്ടർ, സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ആസിഡ് റെയിൻ. സോഴ്സസ് ഓഫ് നോയ്സ് പൊല്യൂഷൻ, ഇൻഡസ്ട്രീസ്, ഓട്ടോമൊബൈൽസ്, ഡൊമസ്റ്റിക് എക്യുപ്മെൻറ്റ്സ്, ലൗഡ് സ്പീക്കേഴ്സ്, അഗ്രികൾച്ചറൽ മെഷീൻസ്, ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ്. ദെൻ സോഴ്സസ് ഓഫ് മറൈൻ പൊല്യൂഷൻ, ഓയിൽ. അപ്പോൾ പല രീതിയിൽ ഓയിൽ എങ്ങനെയൊക്കെ കലരണമെന്ന് എഴുതണം. ദെൻ വേസ്റ്റ് ഡിസ്പോസൽ, ഡൊമസ്റ്റിക് വേസ്റ്റ്, പെസ്റ്റിസൈഡ്സ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. ദെൻ സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ, നാച്ചുറൽ ഉണ്ട്, മാൻമെയ്ഡ്. നാച്ചുറൽ ആണെങ്കിൽ കാർബൺ മോണോക്സൈഡ്, വോൾക്കാനിക് എറപ്ഷൻ, സാൾട്ട് സ്പ്രേ ഫ്രം ഓഷ്യൻ, ഡസ്റ്റ്. ദെൻ മാൻമെയ്ഡ് ആണെങ്കിൽ പോപ്പുലേഷൻ കൂടുന്നത് എയർ പൊല്യൂഷൻ കാരണമാകുന്നു. ഡീഫോറസ്റ്റേഷൻ, ബേണിംഗ് ഓഫ് ഫ്യൂവൽസ്, ഇൻഡസ്ട്രീസ്, ഓട്ടോമൊബൈൽസ്, യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, എക്സ്പ്ലോഷൻസ്. ദെൻ നെക്സ്റ്റ് വൺ സോഴ്സസ് ഓഫ് തെർമൽ പൊല്യൂഷൻ, യൂസ് ഓഫ് വാട്ടർ ആസ് എ കൂളന്റ് ബൈ പവർ പ്ലാന്റ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്. Nuclear power plants emit a large amount of heat into nearby water streams. Industries, the municipal water sewage. Then sources of nuclear pollution, natural sources, cosmic rays and radiation from radioactive materials. അതൊക്കെ നാച്ചുറൽ ആണ്. മാൻമെയ്ഡ് ആണ് ന്യൂക്ലിയർ വെപ്പൺസ്, ന്യൂക്ലിയർ ആയുധങ്ങൾ. ദെൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്, മൈനിങ്, ആറ്റോമിക് റിയാക്ടർ. ഇവയിൽ നിന്നൊക്കെയുള്ള റേഡിയേഷൻസ് എന്തിന് കാരണമാകും, ന്യൂക്ലിയർ പൊല്യൂഷന് കാരണമാകും. Then sources of soil pollution, industrial waste, urban waste, agricultural practice, radioactive pollutants. അപ്പോൾ ഇതൊക്കെ പോയിൻറ്റ്സ് ആണ്. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് എഴുതുക. ഓക്കെ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, പൊല്യൂഷൻ്റെ സോഴ്സസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്, മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ. താങ്ക് യു.